മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഇനം പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഓരോ മാസവും 1600 രൂപ വീതമാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും ഒക്കെ വിതരണം ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് 1, 2, 3 മാസങ്ങളിൽ അടുപ്പിച്ച് സംസ്ഥാന സർക്കാരിന് ഈ ഒരു തുക വിതരണം ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ ഒരു തുക 2, 3 മാസത്തെ തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിലവിൽ നടത്തി വരുന്നത്. ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ അവസാനമായി പെൻഷൻ തുക വിതരണം ചെയ്തത് കഴിഞ്ഞ 2023 ഡിസംബർ മാസത്തിലായിരുന്നു. ക്രിസ്മസോടനുബന്ധിച്ചുകൊണ്ട് 1600 രൂപയായിരുന്നു ആ സമയത്ത് പെൻഷൻ തുക വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് പറയുമ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ തുക നമുക്ക് നിലവിൽ കുടിശ്ശികയാണ്. ഇത്തരത്തിൽ 4 മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയായിട്ടുള്ളത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നീ 4 മാസങ്ങളിലെ പെൻഷൻ തുകയാണ് കുടിശ്ശികയായിരിക്കുന്നത്. ഇത്തരത്തിൽ കുടിശ്ശികയായിരിക്കുന്ന 4 മാസത്തെ പെൻഷൻ തുക 2 ഗഡുക്കളായി 2 തവണയായിട്ട് വിതരണം ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഇന്ത്യയിൽ ലോകസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ഈ ഒരു തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യും 2 ഗഡുക്കളായിട്ട് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ എന്നീ 2 മാസങ്ങളിലെ പെൻഷൻ തുകയായ 3200 രൂപയായിരിക്കും നമുക്ക് ഇനി വിതരണം ചെയ്യുക. ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2023 ഡിസംബർ മാസം 20-ാം തീയതിക്കകം പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്കായിരിക്കും ഈ ഒരു തുക വിതരണം ചെയ്യുന്ന അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും തുക ലഭിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ഇനം പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്താ അറിയിപ്പ് തന്നെയാണിത്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ മറ്റു വാർത്തകളും തത്സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. പുതിയൊരു വാർത്താ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.